എന്താടി നട്ടുമ്പുറത്ത് ഓരോ ഒച്ച വെക്കുന്നത്? കുട്ടി എന്തെങ്കിലും അടുക്കി പെറുക്കി വെക്കുന്നതായിരിക്കും. ഓലി ഓരോ അടുക്കി പെറുക്കല്. എനിക്ക് വയ്യാണ്ടായി പോയി. ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അടിച്ചു ഓടിച്ചേനെ. ആദ്യം ഇങ്ങനെ എണീറ്റ് നടക്കാൻ നോക്ക്, എന്നിട്ടല്ലേ തട്ടുംപുറം. അമ്മേ, ലേശം കഞ്ഞി കുടിച്ചോളി. ചമ്മന്തിയും മുള്ള വറുത്തവും ഉണ്ട്. ഇന്നെന്താണീ നേരത്തെ കഞ്ഞിയും ചമ്മന്തിയും? നേരത്തെ കഞ്ഞി കുടിച്ചിട്ട് നേരത്തെ കിടന്നോട്ടെ ചേച്ചിട്ടാ. ഞാൻ കിടക്കന്നല്ലേ, ഈ എന്നെ കിടത്തണോ? ഇനി ഇങ്ങനെ നൊടിയാണ്ട് കഞ്ഞിയാ കുടിച്ചോ. 24 നേരം കഞ്ഞിയല്ലേ കഞ്ഞി. ഇവിടെ ചോറൊന്നും വെക്കല്ല നിങ്ങള്. കുടിച്ചാട്ടെ. കേളപ്പാടിന്റെ കുറെ സാധനങ്ങളുണ്ട് അവിടെ. എല്ലാ ഐറ്റങ്ങളും നാശാക്കും. കുടിച്ചോളി അമ്മേ. വേണം നിറഞ്ഞില്ലേ? ഗൃഹനാഥ, ആ പീഠത്തിൽ അങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് കണ്ണടക്കുക. നിങ്ങളും കണ്ണടക്കുക, എന്നിട്ട് കൈകൂപ്പുക. കണ്ണടയ്ക്ക കൈകൂപ്പൂല. കൈകൂപ്പുക. കൈകൂപ്പ്. കൂടോ ഏകം. കരുത് ഇടത് ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇടതേത് വലതേന്നറിയാത്ത ദ്വയം. ത്രയം. ത്രയം? Yes, ത്രിപദം. പടഞ്ഞല്ലോ തീർത്ഥം. ചരാപ്രമുടാ. ആശാനെ ഞാനല്ല കിട്ടിയാ. എല്ലാവരും കണ്ണ് തുറക്കുക. കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോ? പിടിച്ചിട്ട് കിട്ടിട്ട് കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോന്ന് മര്യാദക്ക് എവിടെയും കെട്ടിടി. ഹലോ, 10. നേരത്തെ നീ എന്നോട് 11 അല്ലേ പറഞ്ഞു? അത് ഒന്നിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല പോലും. ഭയങ്കര പാടാണ്. കിട്ടണല്ലേ? കിട്ടുന്നില്ല. ഗിരിയേട്ടൻ വന്ന് തോന്നണേ. ഒരു സെക്കൻഡ് അവരോട് മണിയടി നിർത്താൻ പറയും കേട്ടാ. മണിയടി നിർത്താൻ പറയും. ഗിരിയേട്ടൻ വരുന്നുണ്ട്. ഗിരിയേട്ടൻ വരുന്നുണ്ട്. സ്വാമി മണിയടിക്കല് ഗിരി വരുന്നുണ്ട്. അതാര് ഗിരി? ആള് കൂടിയാ പൈസ കൂടിയ എല്ലാം തന്നെ നഷ്ടക്കച്ചവട. സ്വാമി ഇത് അടിക്കുന്നത് നിർത്ത്. ഈടെന്താ ഒരു പോകാൻ പാട്ടല്ല? അത് ഇളയമ്മ കൊതുവിന് പോച്ചാ. ആണാ? തൽക്കാലം ഞാൻ പാട്ട് ഓഫ് ചെയ്യേ. കോഫി ഉണ്ടല്ലോ, പോയി ഓഫ് ചെയ്യടാ. ഒരു പാട്ടും പോകെ. ആശാന്റെ മണി കയറി പിടിച്ച ഞാൻ കാണിച്ചു തരാം. അത് ഐഡിയ. ആശാന്റെ മണി കൈ വിടറാ. അടി മുട്ടാത്ത മണിയാ. അത് നടക്കൂല പോലെ. സ്വാമി, അടുത്ത കണ്ണടക്കാറായോ? ആഹാ, ആദ്യം മണിയുടെ കാര്യത്തിൽ തീരുമാനിച്ചു മതി. ഇവിടുത്തെ മന്തും കുന്തും കൂന്ത്രാണല്ല. അറിയാതെ പറ്റിപ്പോയതാ. ബാക്കിയുള്ള ആത്മാക്കളെ എങ്ങനെങ്കിലും ഒന്ന് അവായിച്ചു തരണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രത്തിന് ശക്തി പോലും സാധനം തീർത്ത് അടിക്കട്ടെ. സ്വാമി നിങ്ങളോട് ക്ഷമിച്ചിരിക്കണോ? ആ പീഠത്ത് പോയിരിക്കുക. രണ്ടാളും അങ്ങനെ ഇരിക്കുക. കണ്ണടക്കുക. കണ്ണടച്ച് പ്രാർത്ഥിക്കുക എല്ലാരും. എന്താ പ്രാർത്ഥിക്കുക? അല്ല, അച്ഛമ്മ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വയനാട്ടിൽ ട്രിപ്പ് പോകണോ? അവിടെ എന്ത് കാണാനാണ്? അയ്യോ, അച്ഛമ്മയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ പോണം. മറ്റേ കാട്ടിക്കുളത്തെ വൈദ്യനല്ലേ, വൈദ്യന്റെ തൈലം പൊരട്ടിയ ഏത് പൊട്ടിയാലും സെറ്റ് ആവും അത്ര. അതെയോ? എന്നാ നല്ലതാ. അല്ലെങ്കിൽ ഞാനും കൂടി വന്നാലോ? എന്നാ ഞാനും കൂടി വരാം. വയനാട്ടിലേക്കല്ലേ, നല്ല കുളിരായിരിക്കും. നീ എങ്ങനെ വരാ? നിനക്ക് സ്കെച്ചുള്ളല്ലേ ഗിരി? എടാ, ഈടുന്ന് സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈടുന്ന് തന്നെയല്ലേ തീർക്കൂ. അതല്ലേ ഒരു രീതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ ചിലപ്പോ വക്കീലിന്റെ കോള് വരും കേസിന്റെ കാര്യത്തിന്. മൂപ്പരുടെ വിളിയെല്ലാം പെട്ടെന്നാ. എന്നാ പിന്നെ ഞാനൊന്നേ കുളിച്ചിട്ട് വരാം. പോട്ടെ. അല്ല, അപ്പൊ മാഷ് പോകുന്നില്ലേ? ഞാൻ പോണില്ല, നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് നാളെ പാർട്ടി ഉണ്ട്. എന്നാ പിന്നെ ഞങ്ങള് നിൽക്കുന്നില്ല. ശരി, താങ്ക് യു.
ആവാഹനം കഴിഞ്ഞിരിക്കണു. എല്ലാവരും കണ്ണു തുറക്കുക. 13 എണ്ണവും കേറിയിട്ടുണ്ട്. 13 ആശാനെ 17 കയറിയിട്ടുണ്ട്. അതെങ്ങനെ? സൈഡിലേക്കൂടെ ഞാനൊരു 4 നൈസായിട്ട് വേറെയും കയറ്റിയിട്ടുണ്ട്. അപ്പൊ നിന്റെ 500 കട്ട് എല്ലാരും അടുത്ത് പാക്ക് ചെയ്ത് വേഗം കുട്ടി ചെന്ന് ഗൃഹനാഥനെ ഇങ്ങോട്ട് വിളിക്കുക. എന്നിട്ട് നമ്മുടെ കാൽപാദങ്ങൾ തൊട്ട് അനുഗ്രഹങ്ങൾ വാങ്ങി ഇതാ അങ്ങനെ ഏറ്റുവാങ്ങുക. ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക. ഒഴുക്കാൻ മറന്നാലും നമ്മൾ ദക്ഷിണ മറക്കല്ലേ. എന്റെ മടി അതിനിഷ നിന്നെ ഇവിടെ വിളിക്കുന്നു, നീ വേഗം വാ. റെഡിയായോ? പ്രേതങ്ങളെല്ലാം കുത്തിക്കെറ്റി. വേഗം വാ, വേഗം കേട്ടാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിലും സംഭവം ഇരുള്ളിട്ട് നിങ്ങൾ പോയി ഒഴുക്കുക, തിരിച്ച് വീട്ടിലേക്ക് വരിക. നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്വാമിയെ പറയും. അങ്ങനെ വഴി പോകണ്ട. ശരിയാ, പിന്നെ സ്കൂളിലെ ബാക്ക് കൂടി എല്ലാരും എണീപ്പിക്കോ? ഒന്ന് വേഗം നോക്ക്, ഒച്ചപ്പാടില്ലാണ്ട് എടുക്ക്. ഇത് ചാട്ടാന്നില്ല. ഡീസലുണ്ടോ? നീ എന്തി കളിക്കുന്നേ? ഈ നട്ടപ്പാരി കൊച്ചായിട്ട് ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കും. അവര് ചോദിക്കും. വേഗം എടുത്തേ, കളിക്കില്ലേ കേക്കേ. പോവാ പറച്ചോനെ ഞങ്ങൾ കാത്തോളൂ. വരച്ച് കളിക്കാണ്ട് വേഗം വിട്. ഒരു സ്ക്വയർ മീറ്ററിൽ 12 ചെങ്കല്ലും 1.5 ചാക്ക് സിമെന്റും ആണെങ്കിൽ 1600 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ എന്തോരം ചെങ്കല്ലും എത്ര ചാക്ക് സിമെന്റും വേണ്ടി വരും? അല്ല മാഷേ, അപ്പം മണല് വേണ്ടേ? മണൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളാം. എവിടെ ഇരിക്കടാ? മാഷേ എച്ചം വിളിക്കുന്നുണ്ട്. എന്താ ഏട്ടാ? എന്താന്നറിയില്ല, വേഗം വിളിക്കാൻ പറഞ്ഞു. ശരി, അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തേ. ഞാൻ നോക്കട്ടെ, ഇപ്പോൾ വരാം. ഏട്ടാ ആ എന്തെന്ന് അറിയില്ല, കുറെ സമയത്ത് അവിടെ കുറെ പെണ്ണുങ്ങളിൽ ഇരിക്കുന്നുണ്ട്. നീ ഇയാളിത് അതല്ല മാഷേ, ഈ ചീരയും പയറും എല്ലാം കൂടി ഈ സ്കൂളിൽ നമ്മൾ ഇതേടെ നടാനാ? അതിന് മാത്രം പറമ്പ് പേടിയാ മാഷേ. നിങ്ങളൊരു കാര്യം ചെയ്യാം, കുറച്ചും കൂടി പെണ്ണുങ്ങളൊക്കെ കൂട്ടുക, എന്നിട്ട് ആ ഗ്രൗണ്ട് അങ്ങോട്ട് കുത്തിക്കളച്ചോ. നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറാക്കാന്നേ. അപ്പൊ കുട്ടികളെല്ലാം എവിടെ പോയിട്ടാ കളിക്കാം മാഷേ? അല്ലെങ്കിൽ അവന്മാർക്ക് ഇത്തിരി കളി കൂടുതലാ. നമുക്ക് തൽക്കാലം ഒരു ഹരിത വിപ്ലവം നടത്താം. ത്രില്ലിംഗ് ആവില്ലേ അത്? എല്ലാ മാഷേ, കഴിഞ്ഞ മാസം വിറ്റ പച്ചക്കറിന്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങള്. ദിനേശ ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ വരാട്ടാ, നിങ്ങൾ പോയല്ലോ ഏട്ടാ. കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. കൊടുകൈ കൈ കൊടുക്കടോ. കൺഗ്രാറ്റുലേഷൻസ്, താൻ പാർട്ടിനെ പിടിച്ച് സംഗതി ഒപ്പിച്ചല്ലോ. എന്താ മാഷേ? എടോ തന്റെ പോസ്റ്റ് പെർമനന്റ് ആയി. നന്നായി മാഷേ, ട്രീറ്റ് വേണം കേട്ടോ. പിന്നെ ട്രീറ്റ് ഒക്കെ കൊള്ളാം. ശമ്പള കുടിച്ച് കിട്ടുമ്പോൾ തരാനുള്ളത് പലിശ സഹിതിക്ക് നന്നാക്കണം. ഓ അതൊക്കെ തരാം മാഷേ. എൻ്റെ സാലറിയുടെ കാര്യം അത് കുറച്ച് സമയം എടുക്കും. പേപ്പേഴ്സ് ഒക്കെ ഞാൻ സൈൻ ചെയ്ത് അയച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് തിരക്കില്ലാടേ. ഇവിടെ ഇപ്പൊ തന്നെ ത്രില്ലായി. ഹലോ ഹലോ ദിനേശ് ചേട്ടാ, എവിടെയാണ്? ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. ഞാനിവിടെ കോളേജില്. എന്താ? എന്റെ ജോലി പെർമനന്റ് ആയി. ശരിക്കും? കൺഫർമേഷൻ ലെറ്റർ ഇപ്പൊ കിട്ടിയോളൂ. ആദ്യം വിളിച്ചത് തന്നെയാണ്. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ദിനേശ് ചേട്ടാ, ദിനേശ് ചേട്ടന് ഇനി നല്ല സമയം. അന്ന് പണിക്കർ പറഞ്ഞ പോലെ ചെയ്തോണ്ടല്ലേ എന്തൊരു ചാട്ടേനോ. ഞാൻ അന്ന് പറഞ്ഞുതരും. ഈലെല്ലാം ചില സത്യമുണ്ട് സഖാവേ. ഇനി ദിനേശ് ചേട്ടന് തിരിഞ്ഞു നോക്കേണ്ടി വരൂല, അതുറപ്പാ. ആ ശരി എന്നാ. അയ്യോ, എനക്കൊരു കാര്യം പറയണ്ടേനു ദിനേശ് ചേട്ടാ. ഹലോ. അതെ, അല്ല എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഞാൻ തിരിച്ചു വിളിക്കട്ടെ തന്നെ. വിളിക്കോ? ആ വിളിക്കാം. ശരി, ബൈ. പ്രേഷേട്ടാ. എവിടെയാ നീ? ഞാൻ സ്കൂളില്. അതെ, നീ എന്ന് അപ്ലൈ ചെയ്ത ലോണില്ലേ, അത് പാസ്സായിട്ടില്ല കേട്ടോ. ഏയ്, അപ്പൊ പട്ടയത്തിന്റെ കാര്യം? അത് തൽക്കാലം കുഴപ്പമില്ല. ഞാൻ മാനേജറോട് സംസാരിച്ചിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നീ എന്തായാലും പെട്ടെന്ന് വന്നോ, ഞാൻ റെഡിയാക്കി തരാം. ശരി, ഓക്കെ. ശരിടാ. ശരി, ഓക്കെ.